Morning all. എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ട്? സാധ്യമായിട്ട് കയറുന്നതാണ് നിങ്ങൾ ക്ലാസ്സിൽ. മിസ്സിന്റെ പേര് വാഹിദ എന്നാണ്. എനിക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ക്ലാസ് തന്നെയാണ് മിസ് എടുക്കുന്നത്. നമുക്കറിയാലോ, മിസ് ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഓൺ മ്യൂട്ട് കൊടുക്കും. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലാസ് എടുക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അതല്ലെങ്കിൽ മിസ് ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് കുറച്ച് ഒരു 5 മിനിറ്റോ ഒരു 2 മിനിറ്റോ മുമ്പ് നിങ്ങൾക്ക് സമയം തരാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ക്ലാസ്സുകളിൽ എല്ലാവരും എല്ലാ ക്ലാസ്സിലും കയറിയിട്ടുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ വെനസ്ഡേ ആണ് അല്ലെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്? വെനസ്ഡേ അല്ലേ? Yes, ma'am. Start here. മിസ് എടുക്കുന്ന ചാപ്റ്റർ ഇൻപേഷ്യൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. കേട്ടിട്ടില്ലേ? നമ്മ OP IP എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. OP-യില് പോയി ഡോക്ടറെ കണ്ടു, IP-യില് പറയാറുണ്ടോ? ഹോസ്പിറ്റലില് ഉണ്ട്. OP എന്ന് പറഞ്ഞാൽ എന്താ? OP-യില് ഡോക്ടർ കൺസൾട്ടേഷൻ ചെയ്തു അല്ലെ. OP സെക്ഷനിലും പോയി. ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ജസ്റ്റ് ഡോക്ടർ OP-യില് പോയിങ്ങാണ്ട് ജസ്റ്റ് ഡോക്ടറെ കണ്ട് എന്താണ് നമുക്ക് ഡോക്ടറെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനേ പറ്റുള്ളൂ അല്ലെ. ജസ്റ്റ് ഡോക്ടർ എന്ത് ചെയ്യും? നമ്മളെ നോക്കി ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് വേണ്ട മരുന്നുകൾ എഴുതി തന്നിട്ട് നമുക്ക് അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാലോ. ഹോസ്പിറ്റലിൽ നിന്ന് മരുന്നുകൾ വാങ്ങി നമുക്ക് പോരാം അല്ലെ. IP എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാവും? ഒരു ഡോക്ടറിന്റെ അതല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റിന്റെ വിലയിരുത്തലിന് ശേഷം, അതായത് ചെക്കപ്പിന് ശേഷം നമ്മൾ അവിടെ അഡ്മിറ്റ് ചെയ്യില്ലേ, എന്തെങ്കിലും ഫർദർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ഒബ്സർവേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? നമ്മൾ അവിടെ അഡ്മിറ്റ് ആക്കുന്ന ഏരിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? IPD, അതായത് ഇൻപേഷ്യൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഒരു സ്പെഷ്യലിസ്റ്റിന്റെ അതല്ലെങ്കിൽ ഒരു ഡോക്ടറിന്റെ. നമുക്കറിയാം പലതരത്തിലുള്ള സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെന്റുകൾ നമുക്ക് ഇന്ന് നിലവിലുണ്ട് അല്ലെ. പണ്ട് നമ്മൾ എന്താണ്, എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഫിസിഷ്യനെ കണ്ട് മരുന്ന് മേടിക്കുകയാണ് അല്ലെ ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ന്യൂറോ ഉണ്ട്, ഓർത്തോ ഉണ്ട് അല്ലെ. എല്ലാത്തിനും ഡിഫറെന്റ് ഡോക്ടേഴ്സ് ആണ് അല്ലെ. ഏത് അസുഖമാണോ അല്ലെ ആണോ? തുടങ്ങട്ടെ മിസ്? ക്ലാസ് ഇതിൽ തുടങ്ങാം. ഇൻപേഷ്യൻ ഡിപ്പാർട്ട്മെന്റ്, ഇൻഡോർ പേഷ്യന്റ്. ഇൻപേഷ്യന്റിന് നമുക്ക് എന്ത് പറയാം? ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയാം. അതല്ലെങ്കിൽ IPD എന്ന് പറയാം. IPD എന്ന് പറഞ്ഞാൽ ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഓർ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് mentions the area of the hospital where patients are accommodated after being admitted based on doctors or specialist assessment from the outpatient department, emergency services and the ambulatory care. ഒരു രോഗി ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അതായത് OP-യിൽ വരാം, അതല്ലെങ്കിൽ എമർജൻസി സർവീസ്. നമുക്ക് എന്തെങ്കിലും ഒരു പേഷ്യന്റിന് എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ ആദ്യം എന്താണ് OP ചെയ്യുന്ന ഡോക്ടറെ കാണാൻ നിൽക്കോ? OP ചെയ്യുന്ന ഡോക്ടർ കൺസൾട്ടേഷന് വേണ്ടി നിൽക്കോ? ഇല്ല അല്ലെ. എന്ത് ചെയ്യും? വേഗം കാഷ്വാലിറ്റിയിൽ പോയി ഡോക്ടറെ കാണുകയല്ല ചെയ്യുന്നത്. കാഷ്വാലിറ്റി പോയി പെട്ടെന്ന് തന്നെ നമുക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ എടുക്കും അല്ലെ. അപ്പൊ എമർജൻസി സർവീസിലേക്ക്, അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയോ അതല്ലെങ്കിൽ ആംബുലേറ്ററി കെയർ. ആംബുലേറ്ററി കെയർ എന്ന് പറയുന്നത് ഔട്ട് പേഷ്യന്റ് സർവീസിനെ തന്നെയാണ് കേട്ടോ. ആംബുലേറ്ററി കെയർ എന്ന് പറയുന്നത് ഡോക്ടർ
ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെയാണ് ആംബുലേറ്ററി കെയർ എന്ന് പറയുന്നത്. ആ ആംബുലേറ്ററി കെയറിലോ പോയി എന്താണ് നമ്മൾ ഒരു ഡോക്ടറിനെ അതല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റിന്റെ അസസ്മെന്റ് വിലയിരുത്തൽ പ്രകാരം നമ്മളെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്ന ഏരിയ ഒരു സെക്ഷനെയാണ് എന്ത് പറയുന്നത്, ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഓർ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നമ്മൾ ഒപിയിൽ പോയിട്ടോ അതല്ലെങ്കിൽ എമർജൻസി സെക്ഷനിലെ കാഷ്വാലിറ്റിയിൽ പോയിട്ടോ അതല്ലെങ്കിൽ ആംബുലേറ്ററി കെയറിലോ പോയി ഒരു ഡോക്ടറിന്റെ അതല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റിന്റെ വിലയിരുത്തൽ അതായത് അവരുടെ ചെക്കപ്പിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്ന ഏരിയ അക്കോമഡേറ്റ് ചെയ്യുന്ന ഏരിയയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഓർ ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് NIPD is a part of healthcare facility or hospital where patients are admitted for over 24 hours. അല്ലെ, IPD എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന്റെ തന്നെ ഒരു ഭാഗമാണ് അല്ലെ. അല്ലെ, നമ്മുടെ അക്കോമഡേറ്റ് ചെയ്ത് നമ്മുടെ താമസിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു ഭാഗമാവോ? ആവോ? ഇല്ല അല്ലെ. അത് ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന്റെ അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ തന്നെ ഒരു ഭാഗമാണ്. അവിടെ എന്ത് ചെയ്യണം? ഹോസ്പിറ്റൽ വെയർ പേഷ്യൻസ് ആർ അഡ്മിറ്റഡ് ഫോർ ഓവർ 24 hours അല്ലെ, ഒരു പേഷ്യന്റിനെ 24 മണിക്കൂറിൽ കൂടുതൽ അവിടെ അഡ്മിറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ ഒരു 12 മണിക്കൂറാണ് അല്ലെങ്കിൽ ഒരു 8 മണിക്കൂറാണ് നമ്മൾ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളൂ എങ്കിലോ നമ്മൾ എന്ത് പറയും? ഒബ്സർവേഷന് വേണ്ടി കിടത്തിയതാണെന്ന് പറയും അല്ലെ. അങ്ങനെയല്ലേ പറയാറ് പൊതുവെ? ഒരു ട്രിപ്പ് ഇടാൻ വേണ്ടി കിടത്തിയതാണെങ്കിൽ നമ്മ പറയാറുണ്ടോ നമ്മൾ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്, ഇൻപേഷ്യന്റ് ആണെന്ന് പറയോ? എന്താണ്? ഒബ്സർവേഷന് വേണ്ടി കിടത്തിയതാണ് അല്ലെ. അപ്പൊ എന്താണ്? ഹോസ്പിറ്റൽ വെയർ പേഷ്യൻസ് ആർ അഡ്മിറ്റഡ് ഫോർ ഓവർ 24 hours. IPD-യിൽ എന്ന് പറയണം, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്, ഇൻപേഷ്യന്റ് ആണ് എന്ന് പറയണമെങ്കിൽ പേഷ്യന്റിന് എന്ത് ചെയ്യണം? 24 മണിക്കൂറിൽ കൂടുതൽ ആ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കണം. And IPD of the hospital is generally equipped with beds, medical equipment and 24/7 availability of doctors and nurses. അല്ലെ, നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? 24 മണിക്കൂറും ഡോക്ടേഴ്സിന്റെ സേവനങ്ങൾ ലഭിക്കുന്നുണ്ട് അല്ലെ. നമുക്ക് ഏതൊരു സമയത്ത് എന്തൊരു ബുദ്ധിമുട്ട് വന്നാലും ഡോക്ടർ ഓടി വരും, നഴ്സുമാർ ഓടി വരും അല്ലെ, നമ്മളെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടി, നമ്മളെ ചെക്കപ്പ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെ. കൂടാതെ എന്താണ്? നമുക്ക് ബെഡ്സിന്റെ സൗകര്യം ലഭിക്കുന്നുണ്ട് അല്ലെ. ബെഡ്സുകൾ കിട്ടുന്നില്ലേ? കട്ടില് അല്ലെ, കിടക്കുന്നതിന് വേണ്ടിയിട്ട് ബെഡ്സുകളുടെ അവൈലബിലിറ്റി ഉണ്ട്. കൂടാതെ എന്താണ്? നമുക്ക് എക്യുപ്മെന്റുകളുടെ സേവനങ്ങൾ ലഭിക്കുന്നുണ്ട് അല്ലെ. നമുക്ക് വീട്ടിലാണെങ്കിൽ നമുക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഡോക്ടർ അപ്പോഴ് വരുമോ? നമ്മ ഹോസ്പിറ്റലിലേക്ക് നമ്മ പോകണം അല്ലെ. ഹോസ്പിറ്റലിലേക്ക് നമ്മ പോകണം. ആണോ? ആണ്. പക്ഷെ ഇവിടെ എങ്ങനെയാണ്? IPD-യിൽ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ എന്താണ്? 24 മണിക്കൂറും എന്താണ്? ആ ഒരു പേഷ്യന്റിന് ഡോക്ടേഴ്സിന്റെ സേവനങ്ങൾ ലഭിക്കുന്നുണ്ട്, നഴ്സുമാരുടെ സേവനങ്ങൾ ലഭിക്കുന്നുണ്ട്, കൂടാതെ ബെഡ്സിന്റെ അവൈലബിലിറ്റി ലഭിക്കുന്നുണ്ട്, കൂടാതെ എക്യുപ്മെന്റുകളുടെ മെഡിക്കൽ എക്യുപ്മെന്റുകളുടെ സേവനങ്ങളും പേഷ്യൻസിന് ലഭിക്കുന്നുണ്ട്. ഓക്കെ ആണോ? ആ ഒരു സെന്റൻസ് ഓക്കെ ആണോ? എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് പറയുന്നത് the duration of stay will rely on severity of the patient illness. അല്ലെ, ഒരു പേഷ്യന്റിനെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്ന ഒരു കാലയളവ്, ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആ പേഷ്യന്റിന്റെ അസുഖത്തിന്റെ കാഠിന്യം, സെവേറിറ്റി എന്ന് പറഞ്ഞാൽ കാഠിന്യം അല്ലെ, കാഠിന്യം അനുസരിച്ചാണ് അല്ലെ. ഒരു പേഷ്യന്റിന് ഒരു ചെറിയ രീതിയിലുള്ള പനിയുള്ളെങ്കിൽ അവരെ ഒരു 3 ദിവസം ആന്റിബയോട്ടിക്സ് ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടി കിടത്തി അവരെ ഡിസ്ചാർജ് ചെയ്ത് വിടാലോ. അത് ആ ഒരു പനി ന്യൂമോണിയ ആയിട്ടുണ്ട്, കുറച്ചും കൂടി കോംപ്ലിക്കേഷൻ ആയിട്ടുണ്ടെങ്കിൽ അവർ ആ 3 ദിവസം കൊണ്ട് അവരെ ഡിസ്ചാർജ് ചെയ്യോ?
ഡിസ്ചാർജ് ചെയ്യോ? ഇല്ല അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യും? ആ ഒരു കാലയളവ് 3 എന്നുള്ളത് കുറച്ച് ദിവസം കൂടി അങ്ങോട്ട് കൂടും അല്ലെ. ഒരു 7 ദിവസം ആവാം അല്ലെ, കുറച്ചും കൂടി അങ്ങോട്ട് കൂടും. അപ്പൊ എന്താ, ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്ന ഡ്യൂറേഷൻ, കാലയളവ് എന്ന് പറയുന്നത്, കാലയളവ് തീരുമാനിക്കുന്നത് ആ പേഷ്യന്റിന്റെ അസുഖത്തിന്റെ തീവ്രതയുടെ അടിസ്ഥാനത്തിലാണ്. ഒക്കെയാണത്. നെക്സ്റ്റ് എടുക്കാലോ മിസ്. വാട്ട് ഈസ് അഡ്മിഷൻ? അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അഡ്മിഷൻ അല്ലെ, നമ്മ പറയാറുണ്ട് അഡ്മിറ്റ് ആക്കി അല്ലെ, അഡ്മിഷൻ ചെയ്തുകൂടാ, ഹോസ്പിറ്റലിൽ വന്നിട്ട് അഡ്മിഷൻ ആക്കി എന്ന് പറയാറുണ്ട് അല്ലെ. എന്താണ് അഡ്മിഷൻ? ഒന്നും പറയാനില്ല. നമ്മളെ എന്താണ് ചെല്ലുന്ന പേഷ്യന്റിനെ എന്താണ് ഒബ്സർവേഷന് വേണ്ടി അല്ലെ, നിരീക്ഷണത്തിന് വേണ്ടി, അതല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അന്വേഷണം, നമ്മളെ കുറിച്ച് അന്വേഷണം നടത്തണം. നമ്മളെ കുറിച്ച് അന്വേഷണം, ഒരു ഹോസ്പിറ്റലിൽ അന്വേഷണം നടത്താന്ന് പറഞ്ഞാൽ എന്തിനെ കുറിച്ചായിരിക്കും? നമ്മുടെ അസുഖത്തെ കുറിച്ച് അല്ലെ, നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച്, ഹെൽത്തിനെ കുറിച്ചല്ലേ ഒരു ഹോസ്പിറ്റൽ അന്വേഷണം നടത്തുന്നത്. ആണോ? അപ്പൊ ആ ഒരു അന്വേഷണം അവരെങ്ങനെയാണ് നടത്തുന്നത്? ടെസ്റ്റുകൾ നടത്താം അല്ലെ, ഫർദർ ടെസ്റ്റുകൾ നടത്താം, പ്രൊസീജിയേഴ്സ് നടത്താം അല്ലെ, എൻഡോസ്കോപ്പി, കൊളോണോസ്കോപ്പി അല്ലെ, ആൻജിയോഗ്രാം, അതേപോലുള്ള പ്രൊസീജിയേഴ്സ് നടത്താം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സ്കാനിങ്ങുകൾ നടത്താം അല്ലെ, MRI സ്കാൻ, CT സ്കാൻ അല്ലെ, അങ്ങനെയുള്ള സ്കാനിങ്ങുകൾ നടത്താം, ECG എടുക്കാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേഷൻസിലൂടെ ആൻഡ് ട്രീറ്റ്മെന്റ് അല്ലെ, നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ നടത്തി, നമ്മുടെ രോഗനിർണയം നടത്തി, നമുക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ തരാം അല്ലെ. ചികിത്സയ്ക്ക് വേണ്ടി ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ താമസിക്കാൻ അനുവദിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? അഡ്മിഷൻ എന്ന് പറയുന്നത്. ഒരു രോഗി നേരിടുന്ന അസുഖത്തിന് അല്ലെ, അവർക്ക് വന്നിരിക്കുന്ന അസുഖത്തിന് അവരെ ഒബ്സർവ് ചെയ്യാനും നിരീക്ഷിക്കാനും അവർക്ക് വേണ്ട ഇൻവെസ്റ്റിഗേഷൻസ് നടത്താനും അവരുടെ ട്രീറ്റ്മെന്റിനും വേണ്ടി ഹോസ്പിറ്റലിൽ താമസിക്കാൻ അനുവദിക്കുന്നതിനെയാണ് അഡ്മിഷൻ എന്ന് പറയുന്നത്. ആണോ അല്ലെ? അതന്നെയല്ലേ സംഭവം? എന്താ? It means, what is admission? It means allowing a client to stay in the hospital for observation, investigation and treatment of disease he is suffering from. ഒരു രോഗി അനുഭവിക്കുന്ന സഫർ ചെയ്യുന്ന ഒരു അസുഖത്തിന് ആ രോഗിക്ക് നിരീക്ഷിക്കുന്ന, ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടി ഇൻവെസ്റ്റിഗേഷൻ, അന്വേഷണം അല്ലെ, ടെസ്റ്റുകൾ നടത്താം, പ്രൊസീജിയേഴ്സ് നടത്താം. അപ്പൊ അങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേഷൻസ് നടത്തുന്നതിന് വേണ്ടി, അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ടിയൊക്കെ ഹോസ്പിറ്റലില് സ്റ്റേ ചെയ്യാൻ അല്ലെ, താമസിക്കാൻ അനുവദിക്കുന്നതിനെയാണ് അഡ്മിഷൻ എന്ന് പറയുന്നത്. പർപ്പസ് ഓഫ് അഡ്മിഷൻ പ്രൊസീജിയർ. ഒരു അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് കൊണ്ടുള്ള പർപ്പസ്, ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? നമുക്കൊരു ഹോസ്പിറ്റലില് നമ്മൾ അഡ്മിറ്റ് ആക്കിയെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്തൊക്കെയായിരിക്കും? ഒരു രോഗിനെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയത് കൊണ്ട് ആ ഹോസ്പിറ്റലിന് അല്ലെങ്കിൽ ആ ഡോക്ടർക്കുള്ള ഉദ്ദേശങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒന്നുമില്ല, ഡോക്ടർക്ക് ഒരു ഉദ്ദേശമില്ല. ട്രീറ്റ്മെന്റ് എടുക്കാം അല്ലെ, അവർക്ക് വേണ്ട ഇമ്മീഡിയറ്റ് കെയർ, ട്രീറ്റ്മെന്റ് കൊടുക്കുക, പേഷ്യൻസിനെ കംഫർട്ട് ആക്കുക അല്ലെ, സേഫ്റ്റി ആക്കുക, സുരക്ഷിതമാക്കുക. ചിലപ്പോ ആ പേഷ്യന്റിന് എന്താണ് ജസ്റ്റ് മരുന്നുകൾ കൊടുത്ത് വീട്ടിലേക്ക് വിട്ടാല് ചിലപ്പോ അവരെ നില വീണ്ടും ഗുരുതരമാവാം അല്ലെ, വഷളാവാലോ ഇല്ലേ? എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പേഷ്യൻസിന് വരാം. അപ്പൊ അവരെ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, സേഫ്റ്റി ആക്കുന്നതിന് വേണ്ടിയിട്ട് നോക്കാം. പർപ്പസ് ഇതിൽ നോക്കാം അല്ലെ. ടു പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് കെയർ അല്ലെ, എന്താണ്? പേഷ്യൻസിന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അല്ലെ, എന്താണ്? പെട്ടെന്ന് തന്നെ എന്താണ്? പരിചരണം കൊടുക്കുന്നതിന് വേണ്ടി.
to provide comfort and safety to the patients. അല്ലെ, പേഷ്യൻസിന് കംഫർട്ടും ഒരു സേഫ്റ്റി സുരക്ഷിതത്വവും കൊടുക്കുന്നതിന് വേണ്ടി നമ്മ പറയാറുണ്ട്. നമ്മ ഒരുപാട് വീക്കാണ്, ഒരു പനിയൊക്കെ വന്ന ഒരുപാട് വീക്കാണെങ്കിൽ നമ്മ പറയാറുണ്ട് ഹോസ്പിറ്റലിൽ ഒന്ന് അഡ്മിറ്റ് ആക്കിയെങ്കിൽ അല്ലെ കുറച്ചൊന്ന് ആശ്വാസമായെന്ന് പറയാറുണ്ടോ? ഇപ്പോഴത്തെ ഇൻഫെക്ഷൻസ് വൈറൽ ഫീവർ ഒക്കെ വരുമ്പോ പൊതുവെ എല്ലാവരും പറയുന്ന നമ്മളൊന്ന് അഡ്മിറ്റ് ആക്കി ഒരു ട്രിപ്പ് ഒക്കെ ഇട്ട് ഒരു ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ബെറ്റർ ആയേനെ അല്ലെ, കുറച്ചും കൂടി ഒന്ന് ആശ്വാസമായെന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ എന്താണ് പേഷ്യൻസിന് ഒരു കംഫർട്ടും അവരെ സുരക്ഷിതത്വവും നൽകുന്നതിന് വേണ്ടി ടു പ്രൊവൈഡ്. നെക്സ്റ്റ് പറയുന്നത് ടു റിസീവ് the patient in ward for admission as per his condition. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലില് പേഷ്യന്റിനെ വാർഡിലേക്കാണോ റൂമിലേക്കാണോ ICUയിലേക്കാണോ അഡ്മിറ്റ് ആക്കുന്നത് എന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അവർ ആ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും അല്ലെ, ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചല്ലേ. ക്രിട്ടിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും നല്ല രീതിയിലുള്ള പ്രോബ്ലംസ് ഉള്ളവരെ നമ്മ വാർഡിലേക്ക് അഡ്മിറ്റ് ആക്കോ? ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള ഒരു പേഷ്യന്റിനെ ഇല്ല അല്ലെ, അവര് പൊതുവെ എങ്ങോട്ടായിരിക്കും? ICUയിലേക്കായിരിക്കും അല്ലെ അഡ്മിറ്റ് ആക്കുന്നത്. അതല്ല, ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ ആ പേഷ്യന്റിനെ നമ്മ ഇങ്ങോട്ട് റൂമിലേക്കൊക്കെ ആയിരിക്കും അല്ലെ, ഒറ്റക്ക് ഒരു സ്പെഷ്യലൈസ്ഡ് റൂമിലേക്കായിരിക്കും അല്ലെ അഡ്മിറ്റ് ആക്കുന്നത്. അധികാരം കയറി ചെല്ലാത്ത അല്ലെ, വിസിറ്റേഴ്സിനെ അലൗഡ് ചെയ്യാത്ത റൂമിലേക്കൊക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ എന്താണ്, പേഷ്യൻസിനെ വാർഡിലേക്കാണ് അഡ്മിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്നതെന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആ പേഷ്യന്റിന്റെ കണ്ടീഷന്റെ അടിസ്ഥാനത്തിലാണ്, ഹെൽത്ത് കണ്ടീഷന്റെ അടിസ്ഥാനത്തിലാണ്. ക്ലിയർ ആണോ അത്? നെക്സ്റ്റ് പറയുന്നത് ടു ബി റെഡി ഫോർ എനി എമർജൻസി. എന്തൊരു എമർജൻസി വന്നാലും, ഇപ്പൊ ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ആക്കി, ഏതൊരു എമർജൻസി വന്നാലും നമുക്ക് അപ്പൊ തന്നെ അതിന് ട്രീറ്റ്മെന്റ് തരാനായിട്ട് അവിടുത്തെ ഡോക്ടേഴ്സും നഴ്സുമാരും എക്യുപ്മെന്റുകളൊക്കെ പൂർണ്ണ സജ്ജരായിരിക്കും അല്ലെ. ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റൽ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ട് അപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞാൽ ആരാണ്? നഴ്സിംഗ് കോൾസ് വിളിച്ച് ബട്ടൺ ഞെക്കി കഴിഞ്ഞാല് നഴ്സുമാർ വരും, അപ്പൊ തന്നെ ഡോക്ടേഴ്സ് വരും അല്ലേ. അപ്പൊ എന്താ, ഫോർ എനി എമർജൻസി, എന്തൊരു എമർജൻസി വന്നാലും അവിടുത്തെ നഴ്സുമാരും ഡോക്ടേഴ്സും മെഡിക്കൽ എക്യുപ്മെന്റും മറ്റു സേവനങ്ങളും എന്താണ്, സജ്ജമായിരിക്കുന്നു, റെഡി ആയിരിക്കുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ്, ടു ഒബ്റ്റെയിൻ information about the client so as to establish a therapeutic nurse patient relationship അല്ലെ. എന്താണ്, നമുക്ക് ആ പേഷ്യന്റിനെ കുറിച്ചുള്ള എന്തൊരു ഇൻഫോർമേഷൻസും എല്ലാ ഇൻഫോർമേഷൻസും പ്രൊവൈഡ് ചെയ്യാനായിട്ട് തെറാപ്യൂട്ടിക് നഴ്സുമായിട്ട് ഒരു റിലേഷൻ സ്ഥാപിക്കുക അല്ലെ. നമ്മൾ ചില ഹോസ്പിറ്റലിൽ പറയാറുണ്ട് അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാല് ആ നഴ്സിനോട് ഒന്നും ചോദിക്കാൻ പറ്റില്ല അല്ലെ, പെട്ടെന്ന് ചൂടാവും. തട്ടിക്കയറുന്ന ഒരു നഴ്സാണ്, എനിക്ക് പേടിയാണ് ചോദിക്കാന്ന് പറയാറുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലോ? പറഞ്ഞിട്ടുണ്ടോ? പൊതുവെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് അല്ലെ, ആ നഴ്സിനോട് ഒന്നും ചോദിക്കാൻ പറ്റില്ല, ചോദിക്കുമ്പോഴേക്കും ചൂടാവുന്ന ആളാണ് അല്ലെ. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാതെ എന്താണ് പറഞ്ഞിട്ടുണ്ട് അല്ലെ, നഴ്സും ആ ഒരു തെറാപ്യൂട്ടിക് നഴ്സും പേഷ്യന്റും തമ്മിൽ ഒരു നല്ല റിലേഷൻ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഈ പേഷ്യന്റിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫോർമേഷൻസും പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. ചിലപ്പോ നമ്മ മടിക്കാറും കൂടി ഉണ്ട് അല്ലെ, ആ നഴ്സിനോട് ചോദിച്ചാ ഇനി എന്തായിരിക്കും ഇങ്ങോട്ട് തിരിച്ചു പറയാന്നുള്ള രീതിയില് നമ്മ പല കാര്യങ്ങളും ചോദിക്കാൻ ഒരു മടി പിടിക്കാറില്ലേ, മടി ഉണ്ടാവാറില്ലേ നമുക്ക്? അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കുക, അങ്ങനെയൊന്നും ഇല്ലാതെ നല്ലൊരു റിലേഷൻ സ്ഥാപിക്കുന്നതിന് വേണ്ടി. നെക്സ്റ്റ് പറയുന്നത് ടു ഇൻവോൾവ് പേഷ്യൻസ് ആൻഡ് ഫാമിലി ഇൻ കെയർ അല്ലെ. ഒരു പേഷ്യന്റിന്റെ കെയറില്, രോഗി പരിചരണത്തില് പേഷ്യന്റിന്റെ ഫാമിലിയെയും പേഷ്യൻസിനെയും ഉൾപ്പെടുത്താൻ വേണ്ടി അല്ലെ, ഇൻവോൾവ് ചെയ്യിക്കാൻ വേണ്ടി എന്താണ്, അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തങ്ങാട്ട് അവരെ കൂടി ഉൾപ്പെടുത്താനോ, രോഗി പരിചരണത്തില് രോഗിയെയും അവിടുത്തെ അവരെ റിലേറ്റീവ്സിനെയും കൂടി ഉൾപ്പെടുത്താം അല്ലെ. നമുക്ക് കറക്റ്റ് രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാല് മരുന്നുകൾ കൊടുക്കേണ്ട കാര്യത്തിലാ അല്ലെ. അപ്പൊ അതിനു വേണ്ടി നെക്സ്റ്റ് ടു അസിസ്റ്റ് പേഷ്യന്റ് ആൻഡ് ഫാമിലി ഇൻ കെയർ അല്ലെ. എന്താണ്, രോഗി പരിചരണത്തില് പേഷ്യൻസിനെ സഹായിക്കാൻ, അവരുടെ ഫാമിലിക്ക് അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, സഹായിക്കാൻ വേണ്ടി അല്ലെ.
ചിലപ്പോ അവർക്ക് തന്നെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ പേഷ്യന്റിൽ കിടത്തി കഴിഞ്ഞാൽ ആ നഴ്സുമാർക്ക് ഡോക്ടർമാർക്ക് അവരെ സഹായിക്കാലോ, അസിസ്റ്റ് ചെയ്യാലോ. രോഗി പരിചരണത്തില് രോഗിയെയും അവരുടെ ഫാമിലിയെയും അസിസ്റ്റ് ചെയ്യാലോ നമ്മുടെ നഴ്സുമാർക്കൊക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് അഡ്മിഷൻ പ്രൊസീജിയർ. ഓക്കെ ആയോ? ഈ ഫസ്റ്റ് ഇൻഡോർ പേഷ്യന്റ് എന്ന് പറഞ്ഞിട്ടില്ലേ, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അവിടുന്ന് ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നതാണ്, അത് അടയാളപ്പെടുത്താം. പിന്നെ ലാസ്റ്റ് ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ വിൽ റിലേ ഓൺ, അതില്ലേ തേർഡ് സെന്റൻസ്, അത് അടയാളപ്പെടുത്താം. പിന്നെ വാട്ട് ഈസ് അഡ്മിഷൻ അടയാളപ്പെടുത്താം. പർപ്പസ് ഓഫ് അഡ്മിഷൻ പ്രൊസീജിയറും അടയാളപ്പെടുത്താം കേട്ടോ. അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് ടൈപ്സ് ഓഫ് അഡ്മിഷൻ. ഏതൊക്കെ തരത്തിലുള്ള അഡ്മിഷൻസ് ഉണ്ട് കേട്ടിട്ടുണ്ടോ? രണ്ട് തരത്തിലുള്ള അഡ്മിഷൻ ഉണ്ട്. എമർജൻസി അഡ്മിഷൻ ഉണ്ട്, റുട്ടീൻ അഡ്മിഷൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ നോക്കിയേ, എമർജൻസി അഡ്മിഷൻ എന്ന് പറഞ്ഞാല് ക്ലയന്റ്സ് ആർ അഡ്മിറ്റഡ് വിത്ത് അക്യൂട്ട് കണ്ടീഷൻ റിക്വയറിംഗ് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് അല്ലെ. എന്താണ്, ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിൽ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നിട്ട് അവിടുത്തെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ അവർക്ക് ട്രീറ്റ്മെന്റ് ചികിത്സ ആവശ്യമായി വരുമ്പോൾ ക്ലയൻസിനെ അതായത് പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്നതാണ് എമർജൻസി അഡ്മിഷൻ. ക്ലയൻസ് വിത്ത് ഹാർട്ട് അറ്റാക്ക്, എക്സാമ്പിൾ പറയുന്നത് ക്ലയൻസ് വിത്ത് ഹാർട്ട് അറ്റാക്ക്, ആക്സിഡന്റ്, പോയിസണിങ്, ഒരു ആക്സിഡന്റ് സംഭവിക്കുക അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ഒരു അറ്റാക്ക് വരുന്ന ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നാൽ അവർക്ക് എന്ത് കിട്ടണം? ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് വേണം അല്ലേ? വേണോ? ആക്സിഡന്റ് പറ്റിയാലോ ചിലപ്പോ അവർക്ക് സർജറി ചെയ്യേണ്ടി വരും അല്ലേ? അപ്പൊ അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ അവർക്ക് വന്ന ഒരു കണ്ടീഷൻ അവർക്ക് ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വരും. അപ്പൊ അവരെ അഡ്മിറ്റ് ആക്കുന്നതാണ് എമർജൻസി അഡ്മിഷൻ. റുട്ടീൻ അഡ്മിഷൻ എന്ന് പറഞ്ഞാല് ക്ലയന്റ്സ് ആർ അഡ്മിറ്റഡ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് പ്ലാനഡ് ട്രീറ്റ്മെന്റ് ആൻഡ് സർജറീസ്. എന്താണ്, ക്ലയൻസിനെ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ, നമ്മൾ എന്തെങ്കിലും ചെക്കപ്പിന് നമ്മൾ ഒപ്പിയിൽ ചെന്നിട്ട് ജസ്റ്റ് എന്തെങ്കിലും ചെക്കപ്പിന് വേണ്ടി നമ്മൾ അഡ്മിറ്റ് ആക്കുമല്ലോ, ഒപ്പിയിൽ ചെന്നിട്ട് ഇൻവെസ്റ്റിഗേഷൻസ് നടത്തുന്നതിന് വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ നമുക്ക് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ചിലപ്പോ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടാവും അല്ലെ, ഇന്ന സർജറി ചെയ്യണം അല്ലെങ്കിൽ ഇന്ന പ്രൊസീജിയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ഡോക്ടർ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ഇല്ലേ? ഇപ്പൊ ഒരു പേഷ്യന്റിന് എന്തെങ്കിലും വയറുവേദനയായിട്ട് ആദ്യം ഡോക്ടറെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഡോക്ടർ പറയാണ് ഈ മരുന്ന് കഴിച്ചിട്ട് കുറഞ്ഞില്ലെങ്കിൽ ഇന്ന ദിവസം വന്ന് അഡ്മിറ്റ് ആക്കണം, നമുക്ക് ടെസ്റ്റുകൾ ചെയ്യാം എന്ന് പറയാറില്ലേ? എൻഡോസ്കോപ്പി ചെയ്യാം അല്ലെങ്കിൽ കൊളോണോസ്കോപ്പി ചെയ്യാന്നൊക്കെ പറയാറില്ലേ? നെക്സ്റ്റ് വീക്ക് വെനസ്ഡേ വന്നാലും നമുക്ക് കൊളോണോസ്കോപ്പി എൻഡോസ്കോപ്പി പറഞ്ഞ് ചെയ്യാം അല്ലെ? അപ്പൊ ശരിക്കും അതെന്താണ്, പ്ലാൻ ചെയ്തേക്കുന്നതാണ് അല്ലെ? ഇന്ന ദിവസം വന്ന് അഡ്മിറ്റ് ആക്കണം, ഒരു പ്ലാൻ ചെയ്തേക്കുന്നതല്ലേ മുൻകൂട്ടി. അപ്പൊ അങ്ങനെ പ്ലാനഡ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സർജറിക്ക് വേണ്ടിയിട്ടോ അഡ്മിറ്റ് ആക്കുന്നതാണ് റുട്ടീൻ അഡ്മിഷൻ. ക്ലിയർ ആയോ? അത് പറയുന്നത് ക്ലയൻസ് വിത്ത് ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, ബ്രോങ്കൈറ്റിസ് അല്ലെ. എന്താണ് ഹൈപ്പർ ടെൻഷൻ? അതായത് BP ഉള്ള പേഷ്യൻസ് അല്ലെ, ഹൈ BP വരുമ്പോൾ അവർ അഡ്മിറ്റ് ആക്കുക, അല്ലെങ്കിൽ ഷുഗർ പേഷ്യൻസിന് എന്തെങ്കിലും ട്രീറ്റ്മെന്റിന് വേണ്ടി അഡ്മിറ്റ് ആക്കുന്നത്. പിന്നെ ബ്രോങ്കൈറ്റിസ് അല്ലെ, എന്താണ് കഫക്കെട്ട്, ചുമയൊക്കെ വരുമ്പോൾ നമ്മൾ അഡ്മിറ്റ് ആക്കാറുണ്ടല്ലോ. നമുക്ക് ആന്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് കഫക്കെട്ട് കൂടുമ്പോഴൊക്കെ ഒപ്പിയിൽ ചെന്ന് ഡോക്ടറെ കാണുമ്പോൾ നമ്മൾ അഡ്മിറ്റ് ആക്കാറുണ്ട് അല്ലെ? അപ്പൊ അതൊക്കെയാണ് റുട്ടീൻ അഡ്മിഷന് എക്സാമ്പിൾ പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ഓക്കെ, നെക്സ്റ്റ് ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, അടയാളപ്പെടുത്താം കേട്ടോ. നെക്സ്റ്റ് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ത്രൂ OPD. അതായത് ഒരു പേഷ്യന്റ് OPD-യിൽ വന്നിട്ട് അവരുടെ അഡ്മിഷൻ പ്രൊസീജിയർ എന്തൊക്കെയാണ്, IPD-യിലേക്കുള്ള അവരുടെ അഡ്മിഷൻ പ്രൊസീജിയർ എന്തൊക്കെയാണ്, അഡ്മിഷന്റെ നടപടിക്രമങ്ങള്.
ഫസ്റ്റ് എന്ത് ചെയ്യാ, പേഷ്യന്റിനെ റിസീവ് ചെയ്യാ അല്ലെ. റിസീവിംഗ് ദ പേഷ്യന്റിനെ സ്വീകരിക്കുക. ദ പേഴ്സണൽ ഇൻ ദ അഡ്മിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ഗ്രീറ്റ് ആൻഡ് മേക്ക് ദ പേഷ്യന്റ് ഫീൽ കംഫർട്ടബിൾ അല്ലെ. നമ്മുടെ അഡ്മിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യണം, പേഷ്യന്റിനെ ഗ്രീറ്റ് ആൻഡ് മേക്ക് ദ പേഷ്യന്റ് ഫീൽ കംഫർട്ട് അല്ലെ. പേഷ്യൻസിന് ആശ്വാസവും അവരെ നല്ല രീതിയിൽ പേഷ്യന്റ് എന്താണ് സ്വീകരിക്കണ്ടേ. നമുക്ക് അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടാവും അല്ലെ. അങ്ങനെയല്ലേ നമുക്ക് അഡ്മിഷൻ ഡെസ്കിൽ ചെന്നിട്ട് അഡ്മിഷൻ പ്രൊസീജിയറിന്റെ പല കാര്യങ്ങളും ചെയ്യാനുണ്ട് അല്ലെ. അഡ്മിഷൻ ഡെസ്കിൽ ചെന്നിട്ടല്ലേ ചെയ്യുന്നത്. അപ്പൊ എന്താ, നമ്മുടെ പേഴ്സണലെ അതായത് ആ രോഗിയോ അല്ലെങ്കിൽ രോഗിയുമായി ബന്ധപ്പെട്ട റിലേറ്റീവ്സോ എന്താണ് അഡ്മിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ എന്താണ് അവരെ കംഫർട്ട് ആകുന്ന, ആ പേഷ്യന്റിനെ കംഫർട്ട് ആകുന്ന രീതിയിൽ അവരെ സ്വീകരിക്കുക, ഇൻവൈറ്റ് റിസീവ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഇൻ എമർജൻസി സിറ്റുവേഷനിൽ എങ്ങനെയാണ്, നോ ടൈം ഷുഡ് ബി വേസ്റ്റഡ് ടു സ്റ്റാർട്ട് ദ ട്രീറ്റ്മെന്റ് അല്ലെ. നമുക്ക് എമർജൻസി സിറ്റുവേഷനിലാണെങ്കിൽ ഒരു സമയവും കളയാതെ, ഒരു ചെറിയ സമയം പോലും കളയാതെ അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെ. ചില സമയത്ത് പറയാറില്ലേ, ആക്സിഡന്റ് പറ്റിയ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ പറയാറുണ്ട് അല്ലെ, ഒരു 5 മിനിറ്റ് മുമ്പ് എത്തിക്കുകയാണെങ്കിൽ നമുക്ക് ജീവൻ രക്ഷിക്കാമായിരുന്നു എന്ന് പറയാറുണ്ട് അല്ലെ. കേട്ടിട്ടില്ലേ? അപ്പൊ എന്ത് ചെയ്യണം, ഒരു എമർജൻസി കണ്ടീഷനിലാണ് ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുമ്പോഴെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. നെക്സ്റ്റ്, ദ മാനർ ഇൻ വിച്ച് എ ഡോക്ടർ ഓർ നഴ്സ് receive the clients is the most important aspect of reception in case of emergency. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട്, ഒരു വശം എന്ന് പറയുന്നത് എമർജൻസി സെക്ഷനിലെ ഡോക്ടറും നഴ്സുമാരും ആ പേഷ്യൻസിനെ സ്വീകരിക്കുന്ന, റിസീവ് ചെയ്യുന്ന രീതിയാണ്. എന്ന് വെച്ചാൽ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്ന് അവർക്ക് എന്തെങ്കിലും ആക്സിഡന്റ് പറ്റി കൊണ്ടുവന്നിരിക്കുകയാണെങ്കിൽ ഡോക്ടർ പറയാൻ പാടുണ്ടോ, ആക്സിഡന്റിന്റെ ബാക്കി പ്രൊസീജിയർ ചെയ്തതിന് ശേഷം മാത്രം ഡോക്ടർ എന്താണ് രോഗിയെ ചെക്കപ്പ് ചെയ്യുള്ളൂ എന്ന് പറയാൻ പാടുണ്ടോ? പാടുണ്ടോ? അങ്ങനെ ഇല്ല അല്ലെ. അതെന്താണ്, അത് റോങ് ആയിട്ടുള്ള സ്വീകരണമാണ് അല്ലെ, റോങ് റിസീവിംഗ് അല്ലേ ഇത്. അപ്പൊ എന്താ, രോഗിക്ക് എന്താണ് നല്ല രീതിയിൽ അല്ലെ അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് എത്രയും വേഗം സ്റ്റാർട്ട് ചെയ്യുക. അവർക്ക് വേണ്ട, അവരെ ജീവൻ രക്ഷിക്കാൻ വേണ്ട ട്രീറ്റ്മെന്റ് കൊടുത്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം, ബാക്കി പ്രൊസീജിയേഴ്സ് നോക്കാം അല്ലെ. ബാക്കി പ്രൊസീജിയേഴ്സ് നോക്കാം അല്ലെ. അപ്പൊ എന്താണ്, ഒരു എമർജൻസി സെക്ഷനിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വശം എന്ന് പറയുന്നത് ഒരു പേഷ്യന്റ് എമർജൻസി കണ്ടീഷനിൽ കൊണ്ടുവരുന്ന ഒരു പേഷ്യന്റിനെ അവിടുത്തെ ഡോക്ടറും നഴ്സുമാരും സ്വീകരിക്കുന്ന, റിസീവ് ചെയ്യുന്ന രീതിയാണ്. ക്ലിയർ ആയോ? നിങ്ങൾ മറ്റേ എബ്രഹാം ഓസ്ലർ എന്ന് പറഞ്ഞ മൂവി കണ്ടിട്ടുണ്ടോ? എബ്രഹാം ഓസ്ലർ കണ്ടിട്ടുണ്ട്? അതിലൊരു സീൻ ഉണ്ട്, കണ്ടിട്ടില്ല? ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണോ മിസ് പറഞ്ഞത്. അതിലൊരു സീൻ ഉണ്ട്, ഒരു രോഗി മരത്തുമ്പൊന്ന് വീണിട്ട് കൊണ്ടുവരുമ്പോ പറയുന്നുണ്ടല്ലോ, ബാക്കി പ്രൊസീജിയർ, ആക്സിഡന്റ് ആണ്, ഒരു പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന് പറയുന്നുണ്ട്. കണ്ടിട്ടുണ്ട് അത്? അപ്പൊ അങ്ങനെ ചിലപ്പോ എന്താണ്, ആ താമസിക്കുന്ന ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ആ ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് ആ രോഗിക്ക് മരണം സംഭവിക്കാം അല്ലെ, ഡെത്ത് സംഭവിക്കാം അല്ലെ. അത് അവരൊരു അനാസ്ഥയല്ലേ. അപ്പൊ അത് അവരൊരു അനാസ്ഥയാണ് അല്ലെ. ക്ലിയർ ആയോ? ഇതാ നെക്സ്റ്റ് പറയും. നെക്സ്റ്റ് നോക്കിയേ, റെക്കോർഡിംഗ് ഓഫ് സോഷ്യൽ ഡാറ്റ. അപ്പൊ എന്താണ്, എമർജൻസി കണ്ടീഷനിൽ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നു, അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്തു. നെക്സ്റ്റ് എന്ത് ചെയ്യാം, റെക്കോർഡിംഗ് ഓഫ് സോഷ്യൽ ഡാറ്റ അല്ലെ. നമുക്ക് രോഗിയെ കുറിച്ചുള്ള സോഷ്യൽ ഡാറ്റാസ് റെക്കോർഡ് ചെയ്യണ്ടേ. ക്ലർക്ക് ഇൻ റെക്കോർഡ് സെക്ഷൻ റെക്കോർഡ്സ് ഡാറ്റ എസെൻഷ്യൽ ഫോർ ഐഡന്റിഫിക്കേഷൻ ഓഫ് ക്ലയന്റ്സ് അല്ലെ. ആ ഒരു രോഗിയെ തിരിച്ചറിയുന്നതിന് വേണ്ടി, ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി ആ രോഗിയിൽ നിന്ന് ആവശ്യമായിട്ടുള്ള എന്താണ് ഡാറ്റാസ് അല്ലെ,
ഒരു എന്താണ് കാര്യങ്ങള് കളക്ട് ചെയ്യുക. നമ്മുടെ ക്ലർക്ക് റെക്കോർഡ് ചെയ്യുക. എന്തൊക്കെയാണ് സോഷ്യൽ ഡാറ്റയിൽ വരുന്നത്? നെയിം, ഏജ്, സെക്സ്, എഡ്യൂക്കേഷൻ, അഡ്രസ്, ഓക്യുപ്പേഷൻ, റിലീജിയൻ, ഇൻകം, അല്ലെ, മെറിറ്റൽ സ്റ്റാറ്റസ്, ടെലിഫോൺ നമ്പർ എക്സെട്ര. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പേഷ്യന്റിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിൽ നിന്ന് കളക്ട് ചെയ്ത് അവരുടെ റെക്കോർഡ് ഓപ്പൺ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഐഡന്റിഫിക്കേഷൻസ് നടത്തുന്നത്? ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഒരു പേരില് അല്ലെങ്കിൽ ഒരു പേരില് 2, 3, 4 പേഷ്യൻസ് വരാം, അല്ലെ? ഇപ്പൊ സൂര്യ എന്നുള്ള പേരില് 2, 3, 4 പേഷ്യന്റ് ഉണ്ടാവാം, അല്ലെ? ആണോ? ആണ്. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് അവിടെ തിരിച്ചറിയണം, അല്ലെ? ഈ 3 പേർക്കും കൊടുക്കേണ്ട ട്രീറ്റ്മെന്റുകള്, മെഡിക്കേഷൻസ് ഒക്കെ ഒരേപോലെ ആയിരിക്കോ? അല്ല, അല്ലെ? വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളായിരിക്കും, അല്ലെ? അപ്പൊ എന്ത് വെച്ചോ? കറക്റ്റ് രീതിയിൽ ഇവിടെ ഐഡന്റിഫൈ ചെയ്തില്ലെങ്കിൽ, മാർക്ക് ചെയ്തില്ലെങ്കിൽ എന്താണ്? പിശകുകൾ സംഭവിക്കാം, അല്ലെ? മെഡിക്കേഷൻ എറേഴ്സുകൾ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എറേഴ്സുകൾ സംഭവിക്കാലോ. അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാൻ, അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതിരിക്കാൻ എന്താണ് ഇവരിൽ നിന്ന് സോഷ്യൽ ഡാറ്റാസ് കളക്ട് ചെയ്യുക. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് അപ്പൊ നമ്മൾ പറഞ്ഞു അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിൽ എന്നിട്ട് എന്താണ് അവരുടെ എന്താണ് റെക്കോർഡ് ഓപ്പൺ ചെയ്യാണ്, അല്ലെ? അതിന് വേണ്ട സോഷ്യൽ ഡാറ്റാസ് കളക്ട് ചെയ്തു. അപ്പൊ അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിലെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഉത്തരവാദിത്തങ്ങള് ഗ്യാദർ പേഷ്യന്റ് ഇൻഫർമേഷൻ, അതായത് പേഷ്യന്റിൽ നിന്നുള്ള സോഷ്യൽ ഡാറ്റാസ് ആദ്യം തന്നെ കളക്ട് ചെയ്യാം, അല്ലെ? നെയിം, ഏജ്, സെക്സ്, അഡ്രസ്, മൊബൈൽ നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങള്. നെക്സ്റ്റ് എന്ത് ചെയ്യുക? ആ പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് പ്രിപ്പയർ ചെയ്യണം, അല്ലെ? തയ്യാറാക്കണ്ടേ? അതിലായിരിക്കും എന്ത് ചെയ്യേണ്ടത്? പിന്നെ പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ് പ്ലാനുകള്, മെഡിക്കേഷൻസ്, അല്ലെ? ടെസ്റ്റ് റിസൾട്ടുകളൊക്കെ പിന്നെ റെക്കോർഡ് ചെയ്യുന്നത് ആ മെഡിക്കൽ റെക്കോർഡിലല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? പ്രിപ്പയർ മെഡിക്കൽ റെക്കോർഡ്, പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡുകള് തയ്യാറാക്കാം. നെക്സ്റ്റ് പറയുന്നത് പ്രിപ്പയർ പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റ്. ഹോസ്പിറ്റലില് പേഷ്യന്റിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കൈമണിടുന്ന ബ്രേസ്ലെറ്റ് പോലെ കണ്ടിട്ടുണ്ടോ? പേപ്പറിന്റെ. അപ്പൊ അതും എന്തുണ്ടാവും? പേഷ്യന്റിന്റെ പേര് ഉണ്ടാവും, അഡ്രസ് ഉണ്ടാവും, എന്താണ് ഏജ് ഉണ്ടാവും, അല്ലെ? എന്താണ് പേഷ്യന്റിനെ തിരിച്ചറിയുന്നതിന് വേണ്ടി, മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? മരുന്നുകളൊക്കെ തരുന്ന സമയത്ത് നഴ്സുമാർ അതൊക്കെ നോക്കി കറക്റ്റ് ചെയ്തിട്ടല്ലേ, ഉറപ്പ് വരുത്തിയിട്ടല്ലേ നമുക്ക് മരുന്നുകൾ തരുള്ളൂ. അപ്പൊ അതിനു വേണ്ട എന്താണ് പ്രിപ്പയർ പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റ് അഡ്മിഷൻ ഡെസ്കില് തയ്യാറാക്കുക. നെക്സ്റ്റ് പറയുന്നത് കൺസേൺ ഫോം സൈൻഡ്, അല്ലെ? നമ്മൾ അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് നമ്മളിൽ നിന്ന് സമ്മതപത്രം സൈൻ ചെയ്ത് വാങ്ങാറുണ്ട്, അല്ലെ? അവര് പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അവരുടെ പോളിസികൾ, അല്ലെ, പാലിക്കാൻ നമ്മൾ തയ്യാറാണ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് പാലിക്കാൻ നമ്മൾ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് സൈൻ ചെയ്ത് വാങ്ങാറില്ലേ കൺസേൺ ഫോം? കൺസേൺ ഫോം നമ്മളിൽ നിന്ന് സമ്മതപത്രം സൈൻ ചെയ്ത് വാങ്ങുക. നെക്സ്റ്റ് ഇനീഷ്യൽ ഓർഡർ ഒബ്റ്റെയിൻ, അല്ലെ? എന്താണ്? പ്രാരംഭ ഓർഡർ ലഭിക്കുക. നമ്മളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കണമെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ല ഒരു ഡോക്ടറുടെ ഓർഡർ പ്രകാരം മാത്രമല്ലേ നമ്മൾ അഡ്മിറ്റ് ആക്കുള്ളൂ. ആണല്ലേ? ആ ഒരു ഓർഡർ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്ത് ചെയ്യും? നമ്മൾക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാനുള്ള ഒരു ഇനീഷ്യൽ ഓർഡർ തരില്ലേ? മറ്റു വാർഡിലേക്കാണോ അല്ലെങ്കിൽ റൂംസിലേക്കാണോ അഡ്മിറ്റ് ആക്കുന്നതെങ്കിൽ അപ്പൊ അങ്ങനെയുള്ള ഒരു ഇനീഷ്യൽ ഓർഡർ ഒബ്റ്റെയിൻ ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് ഇൻഫോം ടു ഫ്ലോർ വാർഡ് നഴ്സ്, അല്ലെ? ഇപ്പൊ നമ്മൾ ഏത് വാർഡിലേക്കാണോ അഡ്മിറ്റ് ആക്കുന്നത് ആ വാർഡിലെ നഴ്സിനെ വിവരം അറിയിക്കണ്ടേ? പിന്നെ ബെഡ് നമ്പറില് പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കുന്നുണ്ട്, അല്ലെ?
ഇപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റലിലെ പലതരത്തിലുള്ള വാർഡുകളുണ്ട് അല്ലെ. കാർഡിയാക് വാർഡ് ഉണ്ട്, ഓർത്തോ വാർഡ് ഉണ്ട്, പീഡിയാട്രിക് വാർഡ് ഉണ്ട്, ഗൈനക് വാർഡ് ഉണ്ട് അല്ലെ. ഒരുപാട് വാർഡുകളുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ഈ പേഷ്യന്റിനെ ഏത് വാർഡിലേക്കാണോ അഡ്മിറ്റ് ആക്കുന്നത് ആ വാർഡിലെ നഴ്സിനെ വിവരം അറിയിക്കുക, ഇൻഫോം ചെയ്യുക. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് എന്താണ്? ഇഷ്യൂ ദ വിസിറ്റേഴ്സ് പാസ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ അല്ലെ. നമുക്ക് ഹോസ്പിറ്റലിൽ നമ്മളെ അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് നമുക്ക് എന്ത് തരും? വിസിറ്റേഴ്സ് പാസ് തരും അല്ലെ. രോഗിയുടെ കൂടെ നിൽക്കുന്ന ആൾക്ക് വിസിറ്റേഴ്സ് പാസ് തരാറുണ്ടല്ലോ, ആ ഹോസ്പിറ്റലിന്റെ അകത്തേക്കും പുറത്തേക്കൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ ആ ഒരു വിസിറ്റേഴ്സ് പാസ് ഇഷ്യൂ ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് എ മിനിമം ഡെപ്പോസിറ്റ് എമൗണ്ട് ഈസ് advised by the admission desk staff to be deposited at the accounts cash counter. എന്താണ്? നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി നമ്മൾ അഡ്മിറ്റ് ആക്കുന്നുള്ള ഒരു ഇത് അഡ്മിഷൻ ഡെസ്കിൽ ചെന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത് പറയാറില്ലേ, റൂമിന് ഇത്ര റേറ്റ് ആണ് അല്ലെ, റൂമിന്റെ റെന്റ് ഇങ്ങനെയാണ്, വാർഡിന്റെ റെന്റ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ 2 പേഷ്യന്റ് കൂടി കിടക്കുന്ന റൂമിന്റെ റെന്റ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരാറില്ലേ? ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും? റൂമിനാണെങ്കിൽ നിങ്ങൾ അഡ്വാൻസ് ഇത്ര പേയ്മെന്റ് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് പറയാറില്ലേ? അഡ്വാൻസ് പേയ്മെന്റ് അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ ഒരു മിനിമം ഡെപ്പോസിറ്റ് എമൗണ്ട് നമ്മളിൽ നിന്ന് എന്താണ് അഡ്മിഷൻ ഡെസ്കിലെ സ്റ്റാഫ് പറയുന്നത് അല്ലെ. നമ്മുടെ എന്താണ് ക്യാഷ് കൗണ്ടറിൽ ചെന്ന് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ പേഷ്യൻസിന്റെ അടുത്ത് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ റിലേറ്റീവ്സിന്റെ അടുത്ത് പറയുന്നു. എന്നിട്ട് എന്താണ്? they will also draw out an estimate and guide you for selecting the relevant category of room. നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു റൂം ഏത് കാറ്റഗറിയിൽ പെടുന്ന റൂമാണോ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഡിസ്ചാർജ് ചെയ്യുമ്പോഴേക്കും ഏകദേശം എത്ര ചാർജ് വരും എന്ന് അവർ പറയുന്നുണ്ട് അല്ലെ. ഇപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റലിൽ AC റൂം ഉണ്ട് അല്ലെ. ഇപ്പൊ മിക്ക ഹോസ്പിറ്റലിലും AC റൂം ഉണ്ട്. അപ്പൊ AC റൂമിനൊക്കെ എങ്ങനെയായിരിക്കും? റെന്റ് കൂടുതലായിരിക്കും അല്ലെ. റെന്റ് കൂടുതലല്ലേ വരുന്നത്. അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ഹോസ്പിറ്റലിൽ ഇപ്പൊ 4 ദിവസം അല്ലെങ്കിൽ ഒരു 5 ദിവസം കിടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം എത്ര രൂപയാകും എന്നുള്ളത് അഡ്മിഷൻ ഡെസ്കിൽ നിന്ന് പറഞ്ഞു തരുന്നു. നമുക്ക് സെലക്ട് ചെയ്യുന്ന ആ കാറ്റഗറി ഓഫ് റൂമിന്റെ അടിസ്ഥാനത്തിൽ ദിസ് എമൗണ്ട് വാരീസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഏരിയ ഓർ വാർഡ് ഇൻ വിച്ച് ദ പേഷ്യന്റ് ഈസ് ബീങ് അഡ്മിറ്റഡ്. ഏത് ഏരിയസിലാണോ ആ പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു എമൗണ്ടിൽ എന്ത് വരുന്നു? വ്യത്യാസങ്ങൾ വരുന്നു അല്ലെ. നമ്മ വാർഡാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ AC റൂമിന്റെ അത്രയും നമുക്ക് പേയ്മെന്റ് വരുന്നുണ്ടോ? ലാസ്റ്റ് ഫൈനൽ സെറ്റിൽമെന്റ് അത്രയും വരുമോ? ഇല്ല അല്ലെ. അപ്പൊ ഏത് റൂമാണോ നമുക്ക് സെലക്ട് ചെയ്യുന്നത് ആ ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ എമൗണ്ടിൽ എന്ത് വരുന്നു? വ്യത്യാസങ്ങൾ വരുന്നു. The advance shall be adjusted against the final bill at the time of discharge അല്ലെ. നമ്മ ഫസ്റ്റ് ഒരു 3000 രൂപ അല്ലെങ്കിൽ ഒരു 5000 രൂപ നമ്മ എന്താണ് ഫസ്റ്റ് എമൗണ്ട് അവിടെ അഡ്മിഷൻ ഡെസ്കിൽ അടിച്ചിട്ടുണ്ട്, ഡെപ്പോസിറ്റ് അടച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫൈനൽ ബില്ലിൽ ഈ പൈസ ഡിസ്കൗണ്ട് ചെയ്യില്ലേ, അവര് കുറയ്ക്കില്ലേ, ലെസ് ചെയ്യല്ലേ. ഫൈനൽ ബില്ല് ഒരു 50,000 രൂപ വന്നിട്ടുണ്ടെങ്കിൽ ഈ 5000 രൂപ കുറച്ചിട്ട് ബാക്കി എമൗണ്ട് നമ്മൾ സെറ്റിൽ ചെയ്താൽ മതി അല്ലേ. അപ്പൊ അതാ പറയുന്നത് എന്താണ്? ദ അഡ്വാൻസ് ഷാൽ ബി അഡ്ജസ്റ്റഡ് അഗൈൻസ്റ്റ് ദ ഫൈനൽ ബിൽ അറ്റ് ദ ടൈം ഓഫ് ഡിസ്ചാർജ്. നമ്മുടെ ഡിസ്ചാർജിന്റെ സമയത്ത് എന്താണ് നമ്മുടെ അഡ്വാൻസ് പേയ്മെന്റിന്റെ ഈ ഫൈനൽ ബില്ലിൽ നിന്ന് കുറയ്ക്കുന്നു, പ്ലസ് ചെയ്യുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ്, those seeking the cashless route would have to visit the insurance desk or TPA desk for the hospitalization of the patient അല്ലെ. ഇപ്പൊ മിക്കവാറും ആളുകൾക്ക് എന്താണ് ഇൻഷുറൻസ് ഉണ്ട്, ക്ലെയിം ഉണ്ട് അല്ലെ. അപ്പൊ അതെന്ത് ചെയ്യാ? അതുമായി ബന്ധപ്പെട്ട് TPA ഡെസ്കിലേക്കോ അതല്ലെങ്കിൽ ഇൻഷുറൻസ് ഡെസ്കിലേക്കോ ആ പേഷ്യന്റിനെ പറഞ്ഞയക്കുന്നു അല്ലെ. TPA എന്ന് പറഞ്ഞാല് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ. അത് ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ.
നമ്മുടെ ഇൻഷുറൻസിന്റെ കാര്യങ്ങള്, പേപ്പേഴ്സ്, പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തുന്നത് വേറൊരു ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും അല്ലെ? ഹോസ്പിറ്റലിൽ തന്നെ വേറൊരു ഡിപ്പാർട്ട്മെന്റിലല്ലേ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഹോസ്പിറ്റൽ അങ്ങനെ പേയ്മെന്റുകൾ സെറ്റിൽ ചെയ്തിട്ടുണ്ടോ? ഇൻഷുറൻസ് വഴി, ക്ലെയിം വഴി ചെയ്തിട്ടുണ്ടോ? ഇല്ല, ആരും ചെയ്തിട്ടുണ്ട്. ഡോണ ചെയ്തിട്ടുണ്ട്. നമ്മ അത് അഡ്മിഷൻ ഡെസ്കിൽ തന്നെയാണോ ചെയ്യുന്നത്? അതിന് വേറൊരു ഡിപ്പാർട്ട്മെന്റ് ഇല്ലേ? വേറൊരു ഇൻഷുറൻസ് ഡെസ്കോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ വേറൊരു സെക്ഷൻ ഉണ്ട്. അപ്പൊ അവരായിരിക്കും അതിന്റെ പ്രൊസീജിയേഴ്സ്, പേപ്പർ വർക്കുകളൊക്കെ ഉണ്ട് അല്ലെ? ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ ഇൻഷുറൻസ് നമ്മ ഏത് ഏജൻസിയാണ് എടുത്തത്, അവരത് ക്ലെയിം ചെയ്യണം അല്ലെ? അപ്രൂവ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ പൈസ ക്ലെയിം ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മ എന്ത് ചെയ്യാം, ഇൻഷുറൻസ് ഡെസ്കിലേക്കോ അല്ലെങ്കിൽ TPA-യിലേക്കോ നമ്മൾ എന്താണ് അഡ്മിഷൻ ഡെസ്കിൽ നിന്ന് പറഞ്ഞേക്കുന്നു. ക്ലിയർ ആയോ? അത് ഓക്കെ ആണോ എല്ലാവരും? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് മെഡിക്കൽ എക്സാമിനേഷൻ ഇൻ OPD. അത് നമ്മ പറഞ്ഞു അല്ലെ, നമ്മുടെ OPD-യിൽ ഒരു എക്സാമിനേഷൻ, ഒരു ചെക്കപ്പ് ചെയ്തിട്ടാണ് അല്ലെ നമ്മൾ IPD-യിലേക്ക് അഡ്മിറ്റ് ആക്കുന്നത്. OPD-യിലെ വിലയിരുത്തല്, അസസ്മെന്റ് കഴിഞ്ഞിട്ടല്ലേ നമ്മുടെ അടുത്ത് പറയുന്നത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാൻ? ആണോ? ആണല്ലേ. അപ്പൊ OPD-യിലെ മെഡിക്കൽ എക്സാമിനേഷൻ എങ്ങനെയാണ്? A detailed social and medical history of the patient is taken by a physician and recorded. നമ്മൊരു ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ ചെന്നിരിക്കുമ്പോൾ ഡോക്ടർ ചോദിക്കാറുണ്ട് അല്ലെ, ആ ഫയലില് അല്ലെങ്കിൽ ആ റെക്കോർഡില് നമ്മുടെ പേരുണ്ടെങ്കിലും ഡോക്ടർ ചോദിക്കാറുണ്ട്, പേരെന്താണ്, ഏജ് എന്താണ് അല്ലെ, ചോദിക്കാറില്ലേ? അപ്പൊ എന്താണ്, പേഷ്യന്റിൽ നിന്ന് ഡോക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ടുള്ള സോഷ്യൽ ആൻഡ് മെഡിക്കൽ ഹിസ്റ്ററി എടുക്കുന്നുണ്ട് അല്ലെ? നമ്മളോട് ചോദിക്കാറുണ്ട് അല്ലെ, കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നതാണോ അല്ലെ? ഇതിനു മുമ്പ് ഈ അസുഖം വന്നിട്ടുണ്ടോ അല്ലെ? ഷുഗർ ഉണ്ടോ, പ്രഷർ ഉണ്ടോ അല്ലെ? എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും അലർജീസ്, പ്രോബ്ലംസ് ഉണ്ടോ അല്ലെ? അലർജീസ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അല്ലെ? പിന്നെ ഇപ്പൊ എന്തായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ എന്താണ്, ആ പേഷ്യന്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള മെഡിക്കൽ ആൻഡ് സോഷ്യൽ ഡാറ്റാസ് എന്താണ് ഫിസിഷ്യൻ എടുക്കുന്നു. എന്നിട്ട് അത് എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെ? നമ്മൾ എന്ത് എടുക്കുന്നുണ്ട്, പേഷ്യന്റിന്റെ ടെമ്പറേച്ചർ നോക്കുന്നുണ്ട്, BP നോക്കുന്നുണ്ട്, പൾസ് നോക്കുന്നുണ്ട്, റെസ്പിറേഷൻ നോക്കുന്നുണ്ട് അല്ലെ? വെയിറ്റ് നോക്കുന്നുണ്ട് അല്ലെ? പേഷ്യന്റിന്റെ വെയിറ്റിന്റെ അനുപാതത്തിലല്ലേ, അതിന്റെ റേഷ്യോയിലല്ലേ നമുക്ക് മരുന്നുകൾ അവർ പറഞ്ഞു തരുന്നത്, മരുന്നിന്റെ ആ ഒരു ഡോസ് ഒക്കെ തരുന്നത്. അപ്പൊ എന്താണ്, പേഷ്യന്റിന്റെ ടെമ്പറേച്ചർ, BP, പൾസ്, റെസ്പിറേഷൻ, ശ്വസനല്ലേ, റെസ്പിറേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ മെഡിക്കൽ റെക്കോർഡില് റെക്കോർഡ് ചെയ്തു വെക്കുന്നു. ഓക്കെ ആണോ? കൂടാതെ എന്താണ്, the necessary investigations such as X-ray, lab test is done to diagnose the disease and prescribe treatment. അല്ലെ? എന്താണ്, നമ്മുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഡിസീസ് രോഗനിർണയം നടത്തുന്നതിന് വേണ്ടിയിട്ട് എക്സ്റേ എടുക്കണം അല്ലെങ്കിൽ ലാബ് ടെസ്റ്റുകളൊക്കെ നടത്തേണ്ടതുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്ന, അവർ അതുമായി ബന്ധപ്പെട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മരുന്നുകൾ എഴുതി തരുന്നു അല്ലെ? ഡോക്ടറുടെ അടുത്ത് ചെന്ന് കഴിയുമ്പോ പറയാറില്ലേ, ഈ ടെസ്റ്റ് ചെയ്തിട്ട് വാ എന്നിട്ട് മരുന്ന് എഴുതി തരാന്ന് പറയാറില്ലേ ഡോക്ടർ? ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വാ എന്നിട്ട് മരുന്ന് എഴുതാമെന്ന് പറയാറുണ്ട് അല്ലെ? എന്താണ്, ആ ടെസ്റ്റ് റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അല്ലെ ഡോക്ടർ മരുന്നുകൾ എഴുതുന്നത്? പറയാറുണ്ടോ? ആരോടും പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ ഉണ്ട് അല്ലെ? അപ്പൊ എന്താ, നമ്മുടെ രോഗനിർണയം നടത്തിയിട്ട് അല്ലെ, നമ്മൾ ശരിക്കും അങ്ങനെയല്ല ചെയ്യേണ്ടത്, നമ്മുടെ ശരിക്കും രോഗനിർണയം നടത്തിയിട്ടാണ് അല്ലെ നമുക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ തരേണ്ടത്. നമുക്ക് ഏത് അസുഖമാണോ അതിന് വേണം അല്ലെ മരുന്നുകൾ തരാൻ.
എന്താണ് ആ രോഗിയെ രോഗനിർണയം നടത്തുന്നതിന് വേണ്ടി എന്താണ് എന്തെങ്കിലും അന്വേഷണം എക്സ്റേയോ ടെസ്റ്റുകളോ നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു ഡോക്ടർ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നു ട്രീറ്റ്മെന്റ് ചികിത്സ ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നത് those who are admitted to hospital for further investigation and treatment to the concerned ward on the advice of the treating doctor. എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ഡോക്ടർ നമ്മൾ ചെക്കപ്പ് ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് ഡോക്ടർക്ക് തോന്നാണ് ഈ രോഗിക്ക് കൂടുതലായിട്ട് അന്വേഷണങ്ങൾ അല്ലെ ഇൻവെസ്റ്റിഗേഷൻസ് നടത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതലായിട്ട് എന്തെങ്കിലും ചികിത്സ കൊടുക്കേണ്ടി വരുന്നുണ്ടെന്ന് അറിയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഡോക്ടർ ആ രോഗിയുമായി ബന്ധപ്പെട്ട വാർഡിലേക്ക് അഡ്വൈസ് ചെയ്യുന്നു അല്ലെ ഉപദേശിക്കുന്നു അല്ലെ നമ്മുടെ അടുത്ത് ഇപ്പൊ കാർഡിയാക് ഡോക്ടറെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഡോക്ടറിനോടായിരിക്കും സജസ്റ്റ് ചെയ്യുന്നത് കാർഡിയാക് വാർഡിലേക്ക് അല്ലെ ഓർത്തോ ആണെങ്കിൽ ഓർത്തോ വാർഡിലേക്കും ആയിരിക്കും അല്ലെ ആ കൺസേൺഡ് വാർഡിലേക്കായിരിക്കും നമുക്ക് അഡ്വൈസ് തരുന്നത് അല്ലെ അപ്പൊ എന്ത് ചെയ്യണം ആ രോഗിക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻസ് അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചികിത്സകൾ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ എന്തെന്ന് ഡോക്ടർ അവരുമായി ബന്ധപ്പെട്ട കൺസേൺഡ് വാർഡിലേക്ക് അഡ്വൈസ് ചെയ്യുന്നു. The ward is designated by the staff at the admission desk and entered in the case sheet. അല്ലെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ അഡ്മിഷൻ ഡെസ്കിൽ നമ്മുടെ അവിടുന്ന് തന്നെ ചീട്ട് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് നേഴ്സ് കൊണ്ടുപോയി കാണിട്ട് നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട് മെഡിക്കൽ റെക്കോർഡ് കൊണ്ടുപോയി അഡ്മിഷൻ ഡെസ്കിലേക്ക് കൊടുക്കും അല്ലെ നമ്മൾ അഡ്മിറ്റ് ആക്കി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും നേഴ്സ് അല്ലെങ്കിൽ നമുക്ക് എഴുതി തന്നിട്ട് നമ്മൾ കൊണ്ടുപോയി കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് അവിടുത്തെ സ്റ്റാഫ് നേഴ്സ് അഡ്മിഷൻ ഡെസ്കിലെ സ്റ്റാഫ് നോക്കിയിട്ടല്ലേ നമ്മളോട് പറയുന്നത് ഇന്ന വാർഡില് ഇന്ന റൂമിലേക്കാണ് അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത് അല്ലെ ആണോ ഇന്ന വാർഡില് ഇന്ന നമ്പർ റൂമിലേക്ക് അല്ലെ റൂമാണെങ്കിൽ ഇന്ന 35 റൂമിലേക്ക് അല്ലെങ്കിൽ വാർഡ് ആണെങ്കിൽ ഇന്ന ബെഡ് നമ്പറിലേക്കാണ് അഡ്മിറ്റ് ആക്കിയത് എന്ന് ആരാ പറയുന്നത് അഡ്മിഷൻ ഡെസ്കിലെ സ്റ്റാഫ് അല്ലേ നമ്മുടെ അടുത്ത് പറഞ്ഞു തരുന്നത് അല്ല the ward is designated ആ വാർഡ് ആരോഗ്യം എടുത്തുന്ന വാർഡില് കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് ആ അഡ്മിഷൻ ഡെസ്ക് ആയിരിക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ കേസ് ഷീറ്റില് അവർ എൻ്റർ ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെ ഇന്ന റൂമിലേക്കാണ് അഡ്മിറ്റ് ആക്കിയത് അല്ലെങ്കിൽ ഇന്ന ബെഡ് നമ്പറിലേക്കാണ് അഡ്മിറ്റ് ആക്കിയത് എന്ന് നമ്മുടെ കേസ് ഷീറ്റിലെ അഡ്മിഷൻ ഡെസ്കിലെ സ്റ്റാഫ് റെക്കോർഡ് ചെയ്യുന്നു. ക്ലിയർ ആയോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ഓക്കെ നെക്സ്റ്റ് transporting the client from OPD to IPD. OPD ന്ന് IPD ഇപ്പൊ നമ്മൾ എവിടെ വരെ എത്തി അഡ്മിഷൻ ഡെസ്ക് വരെ എത്തിയിട്ടുള്ളൂ അല്ലെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു ഡോക്ടർ നമ്മളോട് അഡ്മിഷൻ ചെയ്യാൻ പറഞ്ഞു നമ്മൾ അവിടെ നിന്ന് അഡ്മിഷൻ ഡെസ്കിൽ എത്തി. ഇനി അഡ്മിഷൻ ഡെസ്കിൽ നിന്ന് അതായത് OPD നിന്ന് നമ്മൾ എങ്ങോട്ട് പോകണം IPDയിലേക്ക് പോണ്ടേ IPDയിലാണ് അല്ലെ പേഷ്യൻസിനെ അക്കോമഡേറ്റ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ഏരിയ എന്ന് പറയുന്നത് IPD അല്ലേ അപ്പൊ IPDയിലേക്ക് ക്ലയൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യണം. അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കിയേ clients who are not very well and clients who are not very ill and are able to walk are accompanied to ward by a nurse or attendant അല്ലെ എന്താണ് ആ ഒരു പേഷ്യന്റിനെ നടക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല സീരിയസ് ആയിട്ടുള്ള അല്ലെ എന്തെങ്കിലും അസുഖങ്ങളില്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നുണ്ട് ഒരു നഴ്സിന്റെ കൂടെ അല്ലെങ്കിൽ അറ്റൻഡറിന്റെ കൂടെ വാർഡിലേക്ക് പോകും അല്ലെ നമ്മ അങ്ങനെയല്ലേ ചെയ്യാറ് നമുക്ക് നടന്നു പോകാം നമുക്ക് ഹെൽത്തിൽ വലിയ ഇഷ്യൂസ് ഒന്നുമില്ല അപ്പൊ എന്ത് ചെയ്യും നമ്മൾ ആ നഴ്സിന്റെ കൂടെ അല്ലെങ്കിൽ ആ ഒരു അറ്റൻഡറിന്റെ കൂടെ നമുക്ക് പറഞ്ഞിരിക്കുന്ന വാർഡിലേക്ക് അതല്ലെങ്കിൽ റൂമിലേക്ക് പോകും. അതല്ല നെക്സ്റ്റ് പറയുന്നത് എന്താണ് wheelchairs should be available for those who are too sick, weak, not able to walk അല്ലെ ആ ഒരു പേഷ്യന്റിന് OPDയിൽ വന്ന ആ ഒരു പേഷ്യന്റിന് എന്താണ് എന്തെങ്കിലും സിക്ക് കൂടുതലായിട്ടുള്ള അസുഖങ്ങളായിട്ട് ആള് ഭയങ്കര വീക്കാണ് ക്ഷീണമുണ്ട് എന്താണ് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് നോട്ട് ഏബിൾ ടു വാക്ക് അല്ലെ നടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവർ എന്ത് ചെയ്യും വീൽ ചെയേഴ്സിലായിരിക്കും അല്ലെ OPD IPDയിലേക്ക് കൊണ്ടുപോകുന്നത്
നെക്സ്റ്റ് പറയുന്നത് clients who are brought to hospital on ambulance should be carried to their respective structures അല്ലെ. എന്താണ് ആ ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിലേക്ക് എന്താണ് ആംബുലൻസിലാണ് കൊണ്ടുവരുന്നത്. ഒരുപാട് വീക്കാണ് അല്ലെ, ഒട്ടും എണീച്ചിരിക്കാനോ അങ്ങനെ ഒന്നും പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട്. അവരെ ആംബുലൻസിലാണ് കൊണ്ടുവരുന്നതെങ്കിൽ അവരെ കൊണ്ടുപോകുന്നതെങ്കിലായിരിക്കും സ്ട്രക്ചറിലായിരിക്കും ആ ഒരു പേഷ്യന്റിനെ അവരുമായി ബന്ധപ്പെട്ട വാർഡുകളിലേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ ആണോ? ഇന്ന് മിസ് എടുത്ത ഭാഗങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയേ, ഒരു 2 മിനിറ്റ് ഒന്ന് വായിച്ചു നോക്കിയേ വേഗം ഒന്ന്. വായിച്ചു നോക്കിയോ? ആദ്യം മുതൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്ക്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിച്ചോട്ടാ, മിസ് ക്ലിയർ ചെയ്ത് തരാം. ഉച്ചക്ക് കിട്ടിയ എല്ലാവർക്കും? ഇല്ല, മിസ് PDF ഇട്ട് തരാം കേട്ടോ. സ്ക്രോൾ ചെയ്യാറാവുമ്പോ പറഞ്ഞാൽ മതി, മിസ് സ്ക്രോൾ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കിട്ടിയിട്ടില്ല അല്ലെ? ദൂരം ഉണ്ടാവുമായിരിക്കും, അതായിരിക്കും കേട്ടോ. പറഞ്ഞ മിസ് സ്ക്രീനിൽ ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിക്കുക. അവിടെ എത്തുമ്പോ മിസ്സിനോട് പറഞ്ഞാൽ മിസ് സ്ക്രോൾ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കഴിഞ്ഞോ? നെക്സ്റ്റ് പേജ് എടുക്കട്ടെ മിസ്. ജസ്റ്റ് ഒന്ന് ഓവറോൾ ഒന്ന് ജസ്റ്റ് വായിച്ചാൽ മതി. ക്ലിയർ ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് തന്നെ ഒന്ന് കൺസേൺ ഫോം എന്ന് പറഞ്ഞാല് സമ്മതപത്രം, നമ്മൾ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് നമ്മൾ ഇന്നൊരു സമ്മതപത്രം എഴുതി വാങ്ങാറുണ്ട്. അവിടുത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻ നമുക്ക് ഓക്കെ ആണോ എന്നുള്ള രീതിയിൽ. അപ്പൊ ആ ഒരു സമ്മതപത്രം നമ്മളടുത്ത് പറഞ്ഞു തന്നിട്ട് അവർ ഒപ്പിട്ട് വാങ്ങും. അത് അഡ്മിഷൻ ഡെസ്കിലാണ് ചെയ്യുന്നത്. ഓക്കെ ആയോ? ബ്രോങ്കൈറ്റിസ് മീനിങ് എന്ന് പറഞ്ഞാല്, ബ്രോങ്കൈറ്റിസ് നമ്മുടെ ചുമ, കഫക്കെട്ട് ഒക്കെ വരില്ലേ, കഫക്കെട്ട്, ചുമ, അതിനെ പറയുന്നതാണ് ബ്രോങ്കൈറ്റിസ്. ഓക്കെ ആണോ?
ഇന്നെടുത്ത ഭാഗം എല്ലാവർക്കും ഓക്കെ ആണോ? ക്ലിയർ ആണോ മിസ്? ഇങ്ങനെ തന്നെ എടുത്താൽ മതിയോ? ഇത് ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.